അതുകൊണ്ടേ നമ്പറിലായിരുന്നു. അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്നേഹതീരത്തേക്ക് വന്നതാണ് കേട്ടോ. അവർക്കൊക്കെ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടാ. നമ്മൾ കാണാൻ അവസരം ഉണ്ടാവില്ല. ഞാൻ വിളിക്കട്ടെ, ഞാൻ മറന്നു ഐശ്വര്യം കാണുന്നു. ഐശ്വര്യം കണ്ടു പറയാം. അപ്പം നമ്മൾ കണ്ട വയനാട് പോകാറുണ്ട്. അത് നിങ്ങളെ ബർത്ത്ഡേക്ക് കിടന്നില്ലേ വലിയ കുട്ടിയായി ഐശ്വര്യം ഒരുപാട് ബർത്ത്ഡേക്ക് കേക്ക് നോക്കില്ലേ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വിനോദേട്ടനെ വീണ്ടും കാണുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നി വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ. അതിലുപരി എനിക്ക് ചേട്ടന് അഭിമാനവും തോന്നി കേട്ടോ. സ്വന്തമായിട്ട് ഇലക്ട്രിക് വീൽ ചെയർ വേണമെന്നുള്ളത് ചേട്ടൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു. ഭാര്യയും തൻ്റെ മക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് വിനോദേട്ടൻ. സ്വന്തമായിട്ട് അധ്വാനിച്ച് മക്കളെ പോറ്റുക എന്നുള്ളത് ഏതൊരു പുരുഷൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് കഴിയാതെ വന്നാൽ ആരും തന്നെ തളർന്നു പോകും. ഇപ്പോൾ വിനോദേട്ടൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. ശരീരത്തിന് തളർച്ച ബാധിച്ചെങ്കിലും മനസ്സിന് ഒട്ടും തന്നെ തളർച്ചയില്ലാത്ത ഈ മനുഷ്യന് അള്ളാഹു ആയുസ്സും ആരോഗ്യവും ഏറ്റി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.